പത്തനംതിട്ട നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. നന്നുവക്കാട്, വാളുവെട്ടുംപാറ പ്രദേശങ്ങളിൽ റോഡരികിൽ പാത്രങ്ങൾ നിരത്തിവെച്ച് വെള്ളത്തിനായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഉയർന്ന വില നൽകി വീട്ടാവശ്യത്തിന് വെള്ളം വാങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. പ്രവീൺ, ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ, പഴയകാല സിനിമകളിൽ നിന്ന് കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ നമുക്ക് കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് കാണേണ്ടി വരികയാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? മാധു, ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം പത്തനംതിട്ട നഗരസഭയിലെ ഉയർന്ന ഭാഗമാണ്. ഇവിടെ ഒരു കിണർ നമുക്ക് കാണാൻ സാധിക്കും. കിണർ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും കിണറ്റിൽ വെള്ളം കാണുമെന്ന്. പക്ഷേ ഈ കിണറ്റിൽ വെള്ളമേ ഇല്ല. ഇതുപോലെ എല്ലാ പുരയിടങ്ങളിലും കിണറുകളുണ്ട്, പക്ഷേ കിണറുകളെല്ലാം വറ്റിയ അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഈ ഭാഗത്തില്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. അതാ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ധാരാളം ജാറുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈ ഉയർന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ജലക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ പത്തനംതിട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ ജലം എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളവുമായി വരുന്ന വാഹനം കാത്ത് ഇവിടെ ജാറും ഒക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഈ വീട്ടമ്മമാർ. അവരെ സംബന്ധിച്ച് ഈ പുറത്തു നിന്നും വെള്ളം വാങ്ങിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2000 ലിറ്റർ വെള്ളത്തിന് 900 രൂപ കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം പണിക്ക് പോകുന്ന ആ ഒരു കൂലി ആ 2000 ലിറ്റർ വെള്ളത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പട്ടിണിയായി പോകുമെന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. എത്രമാത്രം വിഷമകരമാണ് ഈ വെള്ളമില്ലാത്ത അവസ്ഥ? അവസ്ഥ എന്താ പറയാനാ, വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ട്? ഒരു 150 വീടുകളുണ്ട്. ഇവിടെ മുതൽ വാളോട്ടുംപാറ, തേങ്ങാപ്പാറ എല്ലാം കൂടെ വരുമ്പോൾ ഒരു 100-150 വീടുകളും ഉണ്ട്. എല്ലായിടത്തും വെള്ളത്തിന് വലിയ പ്രയാസമാണ്. അതാത് സമയത്തെ കൗൺസിലേഴ്സ് എല്ലാം അവരവരെ കൊണ്ടാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഒരു അമൃത പദ്ധതി ഉണ്ട്, അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം മാറും. അറിയാമല്ലോ, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാഴ്ച 2-3 ദിവസം വെള്ളം അടിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വീടുകൾക്കൊന്നും തികയത്തില്ല. മാത്രമല്ല വേനൽക്കാലമായപ്പോൾ വെള്ളത്തിന് കൂടുതൽ ചിലവ്. ഈ 2000 ലിറ്റർ വെള്ളം 900 രൂപയ്ക്ക് വാങ്ങാന്ന് പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് 2000 ലിറ്റർ വെള്ളം വാങ്ങുകയെന്ന് പറഞ്ഞാൽ. ഈ 2000 ലിറ്റർ വെള്ളം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 900 രൂപ കൊടുക്കണം. ഈ 900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 500 ലിറ്ററിൻ്റെ ടാങ്ക് ആയിരിക്കും മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. ബാക്കി വെള്ളം അവർ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ ഈ പറയുന്ന പോലെ എവിടുന്നേലും അടുത്ത കിണറോ അങ്ങനെയുള്ളിടത്ത് എവിടുന്നേലും സംഘടിപ്പിച്ചുകൊണ്ട് വരുവുള്ളൂ. അത്യാവശ്യമുള്ള കോരിക്കൊണ്ട് വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ 2000 ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് സംഭരിച്ച് അല്ലെങ്കിൽ പിന്നെ കിണറ്റിൽ കൊണ്ടൊഴിക്കണം. കിണറ്റിൽ കൊണ്ടൊഴിച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതുപോലെ വറ്റിപ്പോവുള്ളൂ. മാധു, ദാ കാണുന്ന ഉയർന്ന ഭാഗത്ത് ഒരു ഓലി ഉണ്ടായിരുന്നു. ഓലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ഇടയിൽ, പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായി ഉറവയുള്ള ഒരിടമാണ്. മുൻ വർഷങ്ങളിലൊക്കെ ആ ഉറവയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ കുടുംബങ്ങൾ എല്ലാം അവരുടേതായിട്ടുള്ള പൈപ്പുകളൊക്കെ ഇട്ട് വെള്ളം വീടുകളിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഇക്കുറി ആദ്യമായി ആ ഉറവ പോലും വറ്റി വരണ്ടു പോയി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എത്രമാത്രം വരൾച്ചയാണ് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ആ ഉറവ ഇപ്പോൾ ഇല്ലേ ശരിക്കും? പറ്റി നിൽക്കുകയായിരുന്നു. ഒരു കെട്ട് പൈപ്പോളം അതിൻ്റെ കീഴുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ഇതൊക്കെ വേനലാകുന്നതിന് മുമ്പ് അതൊക്കെ വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കി ആ ശരി, കിണറുകളിലൊക്കെ വെള്ളം വറ്റിപ്പോയിരിക്കുന്നു. അവിടെ ഉയർന്ന വിലയ്ക്ക് കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിലൊക്കെ കൊണ്ടുവരുന്ന വെള്ളം കാത്ത് ജാറുകളും വലിയ കലങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യർ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.